ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പോളറൈസേഷൻ, അത് CPM-ൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ അജണ്ടയല്ല, അത് UDF-ൻ്റെയും അജണ്ടയല്ല. ആരുടെ അജണ്ടയാണ് കേരളീയ സമൂഹത്തിൽ വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് BJP-യുടെ അജണ്ടയാണ്. അത് വിജയിക്കുന്നുണ്ട്. അവർക്കത് എന്തുമാത്രം വോട്ടാക്കി മാറ്റാൻ പറ്റും, സീറ്റാക്കി മാറ്റാൻ പറ്റും എന്നതൊക്കെ കേരളമായതുകൊണ്ട് കുറച്ച് സമയമെടുത്തേക്കും. ഇനി അതല്ല, സമയമെടുത്താലും ഒരു പക്ഷേ അവർക്ക് അർഹിക്കുന്ന തരത്തിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നതൊക്കെ അവരുടെ ലീഡർഷിപ്പ് പോലെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ പോളറൈസേഷൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നാം ഘട്ടത്തിൽ നടന്നത് എന്താ? കൃത്യമായി മുസ്ലിം യൂണിറ്റി നടന്നു. അതിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി പങ്കുവഹിച്ചിട്ടുണ്ട്. അത് പിണറായിയുടെ ഏജൻസി പണിയായാലും അല്ലെങ്കിലും വെള്ളാപ്പള്ളിക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. മുസ്ലിം ലീഗിനെ ചീത്ത വിളിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയെ ചീത്ത വിളിച്ചാലും ഇത് ഞങ്ങളുടെയാണല്ലോ ചീത്ത വിളിക്കുന്നത് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നിലനിൽക്കുമോ, അതൊക്കെ സ്ഥായിയായിട്ടുള്ളതാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്നാൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചതുമില്ല. അതെന്താണ്? രണ്ട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്ന്, ഹിന്ദു യൂണിറ്റി നടക്കണം. ഹിന്ദുക്കൾ ഈ വെള്ളാപ്പള്ളിയെ തന്നെ വിശ്വസിക്കുന്ന എത്ര ശതമാനമുണ്ട്? ഇനി വെള്ളാപ്പള്ളിയെ വിശ്വസിക്കുന്ന ഈഴവന്മാരും SNDP യോഗം തന്നെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വെള്ളാപ്പള്ളിയെ കേൾക്കുമോ? അത് കേൾക്കുന്ന അപ്പോഴും പിണറായി വിജയനായിരിക്കും. കാരണം ഇവരുടെ മനസ്സിൽ ശ്രീനാരായണ ഗുരുദേവനേക്കാൾ ഉള്ളത് രാഷ്ട്രീയ ദൈവങ്ങളാണ്. ഇവിടുത്തെ കേരളത്തിലെ ഒരു നിലവിലുള്ള അത് മാറിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഹിന്ദു യൂണിറ്റി നടന്നില്ല. രണ്ട്, BJP-യുടെ അടുത്ത അജണ്ട എന്താണെന്നറിയോ? ഹിന്ദു യൂണിറ്റി നടക്കുന്നതോടൊപ്പം ജാതിരഹിതമായ ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ്? ഈഴവന്റെ നേതാവായിട്ട് SNDP യോഗത്തിന് നേതാവായിരിക്കുന്നയാൾ ഇസ്ലാമിനെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദു യൂണിറ്റി നടക്കുമോ? ആദ്യം നടക്കേണ്ടത് ആരാ? അരമനയിൽ പോകണം, NSS-ഉമായി സംസാരിക്കണം, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒന്നിപ്പിക്കാനുള്ള പണിയെടുക്കണം. അത് ഒന്നിപ്പിക്കാനുള്ള പണിയൊന്നും നടന്നിട്ടില്ല. മുസ്ലിം വിരോധം കൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. രണ്ടാമത്തെ പണി എന്താ? രണ്ടാമത്തെ പണി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഹിന്ദു യൂണിറ്റി നടന്നാൽ ഉടനെ നടക്കേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയാണ്. അത് മാത്രമാണ് ഒരു അളവിൽ വിജയിച്ചത്. അത് കൃത്യമായിട്ട് CPM വിലയിരുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ വോട്ട് ഹിന്ദുവിന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം BJP-യിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്നതിൽ ഈ യൂണിറ്റി വിജയിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടത് എവിടെയാണ്? ഹിന്ദു യൂണിറ്റി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന് കണക്കൂട്ടിയെടുത്ത് തെറ്റി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.